ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടവും മഴയായില്ലേ. അപ്പോൾ ദണ്ട ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കുഞ്ഞാമി അമ്മമ്മയെന്നും പറഞ്ഞ് വന്ന് അപ്പോൾ ദണ്ട ഡോറ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് പാളത്തിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നു. പിന്നെ ദണ്ട നമ്മുടെ വലിയ ഗേറ്റിൻ്റെ അടുത്ത് ഒരു പെട്ടിയാട്ടോ കിടക്കുന്നുണ്ടോ, അത് നിറച്ച് മാമ്പഴം. അപ്പോൾ ഓരോരുത്തർ പോയി മേടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 7ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്കും ഒരു കൊതി മാങ്ങ മേടിക്കാമെന്ന്. നല്ല മാങ്ങയായിട്ടായിരിക്കുമല്ലോ എല്ലാവരും പോയി മേടിക്കുന്നതെന്ന് ഒരു തോന്നൽ. അങ്ങനെ ഞാനും കുഞ്ഞാമിയും കൂടെ പാലൊക്കെ എടുത്ത് വെച്ചിട്ട് മാങ്ങ മേടിക്കാൻ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. കുഞ്ഞാമി പാല് ചെന്ന് വെളിയിൽ നോക്കുക കേട്ടോ. അപ്പോൾ പാല് ഞാൻ ഇതാ എടുത്ത് ഇനി അകത്തോട്ടിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടില്ല പുള്ളിക്കാരത്തി. പാലെടുക്കാൻ പോയതാ കേട്ടോ. രാവിലത്തെ ഞങ്ങളുടെ ജോലി അതാ. കുഞ്ഞാമ്മി ഞാനും കൂടെ ഡോറ് തുറന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞാമ്മിക്ക് കുറുക്കുണ്ടാക്കും, പിന്നെ ചായ ഇടും. എടുത്തോണ്ട് വരുന്നുണ്ടാ. വാ വാ. എവിടെ പോണേ? ഇങ്ങ് പോരെ, പോരെ മക്കള്. വാ. ബോളെന്തേ? ദാണ്ടേ ഡാടക്കുന്നൊരു പച്ച ബാള ദേ ഇവിടെ. ഓ ഓ ഇതെന്ത് പരിപാടി? മക്കളെ ഇന്നെന്ത് പരിപാടി? എന്തുവാ ഇന്ന് പരിപാടി? എന്തുവാ? സംസാരിക്കേ. എന്ത് പരിപാടി? കോട്ടുവായൊക്കെ പോന്നോ? കോട്ട പോന്നാ? എന്തുകളെ കപ്പാട്ടാണോ? ഓ ഞെക്കൊന്ന് നോക്കട്ടെ. പാട്ട് പാടുവോ? പാട്. ഓ കൊള്ളാലോ, കൊള്ളാം മോളെ, കൊള്ളാം കേട്ടോ. കുറച്ച് നേരത്തെ കളിയേ ഉള്ളൂ, കളിപ്പാട്ടം എല്ലാം വാരി തറയിലങ്ങ് നിരത്തും കേട്ടോ. കൊള്ളാലോ കളിപ്പാട്ടം. വാവാ വാവാ, കപ്പാട്ടം കൊള്ളാം കേട്ടോ. വാവാ കൊള്ളാം കേട്ടോ. വായി വെക്കല്ലേ നോട്ടെ. ഇങ്ങോട്ട് കാണീ. ഹായ് ഹായ്, കൊള്ളാലേ കൊള്ളാലേ കൊള്ളാലോ. ഞാനും കുഞ്ഞാമ്മയും കൂടെ താഴെ പോയി മാങ്ങ മേടിച്ച് കേട്ടോ. 2 കിലോ മാങ്ങയ്ക്ക് 100 രൂപ. നല്ല ഒന്നൊന്നര അടിപൊളി മാങ്ങ കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ. എന്നിട്ട് കുഞ്ഞാമ്മി അകത്ത് കയറുന്നില്ല, വീണ്ടും ഇറങ്ങി ഓടുന്നുണ്ടോ. ഡോറ് തുറന്ന് കിടന്നാൽ ഇറങ്ങി ഓടിക്കളയും. എപ്പോഴും ഡോർ അടച്ചിട്ടേക്കണം. പ്രശ്നം എന്താ? കപ്പാട്ട് ഇതാ അടങ്ങുന്നു. കല്യാണിയോ? ഏത് കല്യാണി? 2 കല്യാണിയോ? എവിടെയാ കല്യാണി? ബാബാ അവിടെയാണോ കല്യാണി? എവിടെ കല്യാണി? എവിടെയാ? ഇനി ബാ. കല്യാണിയോ? പാട്ടിടാനോ? ഏത് പാട്ട്? ഏത് പാട്ടാ? ഷൂ പാട്ടോ? ഇനി വാ, ഇനി വന്നേ മക്കള്. എന്തോ രാവിലെ എന്താ പ്രശ്നം? എന്തുവാ? എന്താ വേണം? റിമോട്ട് വേണോ? എന്തിന് റിമോട്ട്? രാവിലെ ചെരുപ്പൊക്കെ ഇട്ട് എവിടെ പോയി? മാങ്ങ മേടിക്കാൻ പോയാ? ഏക്കളെ
റോഡിൽ പോയാ കല്യാണി വെക്കാനോ? പ്രശ്നമാണോ കല്യാണി വെച്ചില്ലെങ്കിൽ? ആണോ? അപ്പം ഞങ്ങൾ മാങ്ങയൊക്കെ മേടിച്ച് കുഞ്ഞാമ്മി അകത്ത് കയറ്റി കഥമൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാമ്മിക്ക് അപ്പം കല്യാണി പാട്ട് വെക്കണം. എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ കല്യാണി. ആ ഒരു പാട്ട് കേൾക്കണം, ഡാൻസ് കളിക്കണം. അപ്പോൾ രാവിലെ എന്നോട് പറയാണ് കന്നാലി ഇടെന്ന് പറയുക. അപ്പോൾ ഇപ്പം പാല് കുടിക്കാനായിട്ട് അകത്ത് പിടിച്ച് കയറ്റി കേട്ടോ. അപ്പോൾ ആ നേരത്തിന് ഞാൻ ചായയൊക്കെ ഇട്ടിട്ട്, ഇത് റസ്ക്കാണ് കേട്ടോ, റസ്കോ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ റസ്ക്കാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ റസ്ക്കുമായിട്ട് ഞാൻ വലിയ ബാൽക്കണിയിൽ വന്നിരുന്ന് കഴിക്കുക. ഞാൻ തേയിലവെള്ളമാണ് ഇപ്പം കുടിക്കുന്നത്. കാര്യം പനി വന്നതിന് ശേഷം ഞാൻ പാലങ്ങ് ഒഴിവാക്കി. പിന്നെ കുഞ്ഞിനുള്ള കുറുക്ക് ഈ ചായയുടെ കൂടെ തന്നെ ഞാനങ്ങ് സെറ്റാക്കും. ഒരു ദിവസം സൂചിഗോതമ്പ് കാച്ചും. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ റാഗിപ്പൊടിയുണ്ട് അത് കാച്ചും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ധാന്യങ്ങളുണ്ടല്ലോ അത് പൊടിച്ചതുണ്ട്, അപ്പോൾ അത് ഒരു ദിവസം കൊടുക്കും. അങ്ങനെ മാറി മാറി ഓരോ ദിവസവും ഈ ചായ ഇടുന്ന കൂട്ടത്തിൽ തന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് കുഞ്ഞിൻ്റെ കുറുക്കും അങ്ങ് സെറ്റാക്കി മാറ്റി വെക്കും. അപ്പോൾ ഇനി പാലൊക്കെ കുടിച്ചിട്ട് വന്ന് കഴിഞ്ഞ് ഇച്ചിരി കളിയൊക്കെ കഴിയുമ്പോൾ ഈ കുറുക്ക് കൊടുക്കും. അതാ ഒരു ചിട്ട. അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ കുഞ്ഞ് പാലുകുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ഉള്ളി തൊലിച്ച് വെക്കുക. കൊച്ചുള്ളി ഇന്ന് വറുത്തരച്ച് ഉള്ളിത്തീയൽ വെക്കാമെന്ന് വിചാരിച്ച്. ജിത്തുവിന് 12 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ചോറ് അതിന് മുമ്പ് റെഡി ആവണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ്. പിന്നെ ബീട്രൂട്ടുണ്ട് കേട്ടോ, ബീട്രൂട്ട് തോരനും വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വലിയ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് അതൊക്കെ അരിഞ്ഞ് വെക്കുക കേട്ടോ. പിന്നെ അടുക്കളയിലോട്ട് എന്നങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോഴത്തേക്കിന് മോളും കൂടി എഴുന്നേറ്റ് വന്ന്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ തോരനും ഉള്ളിത്തീയലും പിന്നെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പം മീൻ പൊരിച്ചതും അതാണ്ട് ചുമന്ന മീനാണ് കേട്ടോ, വലിയ വിളഞ്ഞ മീനാണ്. അപ്പോൾ ഇത് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൊരിക്കാനായിട്ട് അരപ്പൊക്കെ തേച്ച് വെച്ചേക്കുക. അപ്പോൾ പെട്ടെന്ന് സെറ്റാക്കുക ഞങ്ങൾ കേട്ടോ. 12 മണിക്ക് പോണേ. വറുത്തരച്ച് കൊച്ചുള്ളി തീയൽ വെക്കാനാണ് കേട്ടോ. എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഞങ്ങൾ കൊല്ലത്ത് ചെല്ലുമ്പോൾ ഞാനും സൈചേട്ടനും കൂടെ തങ്കശ്ശേരി പോയി മീൻ മേടിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊല്ലത്തെ വീട്ടിൽ ആകെ 2 പേരേ ഉള്ളൂ, അപ്പോൾ എന്തിനാ ഇത്രയും മീൻ ഇവർക്ക്? കൊഞ്ച് എന്തിനാ ഇത്രയും, അല്ലെങ്കിൽ നെത്തോലി എന്തിനാ ഇത്രയെന്ന് നിങ്ങൾ ആലോചിച്ച് കാണും. അപ്പോൾ ഞാൻ പറയുവാണ്, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഒരു കുറച്ച് ഇവിടെ കൊണ്ടുവരും. അതായത് കൊല്ലത്തുനിന്ന് വരുന്നവർ ഇനി കൊണ്ടുവരും കുറച്ച് മീനും കൊഞ്ചും അല്ലെങ്കിൽ നെത്തോലി. എന്തായാലും ഇവിടെ ഫ്രഷ് മീൻ കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുവരും. പിന്നെ അവിടെയും കൊടുക്കും, അമ്മ വീട്ടിലൊക്കെ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല കറികളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പൊതിച്ചോറ് കഴിക്കാവുന്നൊരു കൊതി. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറും ഉണ്ടാക്കുന്നുണ്ട്, ജിത്തുവിനും കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ബീട്രൂട്ട് തോരൻ, മാങ്ങയാണ് പുളി വെച്ചേക്കുന്നത് കേട്ടോ, നല്ല പഴുത്ത മാങ്ങ. പിന്നെ മീൻ പൊരിച്ചത്, വറുത്തരച്ച ഉള്ളിത്തീയൽ, മുട്ട പൊരിച്ചത്, പുളിശ്ശേരി, പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്. അപ്പം ഞങ്ങൾ പൊതിച്ചോറ് ആക്കുക കേട്ടോ. ചോറിട്ടിട്ട് തോരൻ, പൊരിച്ച മീൻ, അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങളെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. ജിത്തുവിനും കൊടുത്ത് വിടണം. നമ്മൾ മീൻ പൊരിക്കുന്നതിനകത്ത് കായപ്പൊടിയും കോൺഫ്ലോർ അതും കൂടിയൊക്കെ ഇട്ട് പുരട്ടി കുറച്ച് നേരം വെച്ചിട്ട് പൊരിക്കാൻ കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പൊതിച്ചോറ് കണ്ണിമാങ്ങ അച്ചാറും കൂടി ഇട്ടപ്പോൾ ഞങ്ങളുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പൊതിച്ചോറാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഇത് പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചേക്കും കേട്ടോ. ഇനി കഴിക്കാൻ നേരത്ത് എടുത്താൽ മതി. ഇപ്പോൾ 12 മണിയായതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായി. ഞങ്ങൾ പൊതിച്ചോറ് തുറക്കുക കേട്ടോ കഴിക്കാനായിട്ട്.
കുഞ്ഞിതിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇനി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കണം. ആ പൊതി അങ്ങോട്ട് തുറക്കുമ്പോഴുണ്ടല്ലോ, വായിന്ന് വെള്ളം വരുന്നു. ആ പിന്നെ ഉള്ളിത്തീയലും ഒക്കെ ആയിട്ട്, ആ കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു പൊതിച്ചോറ് കഴിച്ച്. കുഞ്ഞിനെ എണ്ണ തേച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതാണ് ബേബി ഓയിൽ. കോട്ടക്കല്ല തന്നെയാണ്. ഒന്ന് തലയിൽ തേക്കുന്നത്, ഒന്ന് നാൽപ്പാമരാതിയും ദേഹത്ത് തേക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞ് ചോറ് കഴിക്കുക കേട്ടോ. ഇന്നത്തെ ചോറ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. കൊള്ളാമോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇരുന്ന് കഴിക്കത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ തുപ്പും. സൂപ്പറാണെന്ന് പറയുക കേട്ടോ. കല്യാണിയുടെ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടോണ്ടാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ കളിപ്പാട്ടങ്ങളെല്ലാം വാരി ഹാളിൽ അങ്ങ് നിരത്തും. കുറച്ച് നേരം കളിച്ചിട്ട് നിരത്തിയിടും. അപ്പം ഞാനത് എടുത്ത് എല്ലാം ഒതുക്കി വെക്കുക കേട്ടോ. അമ്മമ്മ ഇഷ്ടമാണോ ബാബാ? അമ്മമ്മ ഇഷ്ടമാണോ? ഇഷ്ടമാണോ അമ്മമ്മേ? ഇഷ്ടല്ലേ? എന്നാ ഞാൻ പോട്ടെ കൊല്ലത്തോട്ട്. ഇഷ്ടം പോട്ടെ അമ്മമ്മ. ടാറ്റ കുഞ്ഞാമ്മ പയ്യുന്ന്. ഇഷ്ടമാണോ അമ്മമ്മേ? എത്ര ഇട്ടുണ്ട്? 1 2 3 4 5 6. എത്ര ഇട്ടുണ്ട് കുഞ്ഞാമ്മി? എത്ര ഇട്ടുണ്ട് കുഞ്ഞാമ്മി? എത്ര ഇട്ടുണ്ട് കുഞ്ഞാമ്മി? 10 ഇട്ടുണ്ടോ? ഒരു സ്ട്രോബറി തരുമോ അമ്മമ്മയ്ക്ക്? ഒരു സ്ട്രോബറി തരത്തില്ലേ? ഒരു സ്ട്രോബറി താ മോളെ. ഒത്തിരി സ്ട്രോബറി ഉണ്ടല്ലോ, ഒത്തിരി സ്ട്രോബറി. ഒരെണ്ണം താ അമ്മമ്മയ്ക്ക്. ഒരെണ്ണം തരുമോ? തെത്തില്ലേ? തോനെയുണ്ട്. കൊള്ളാം, സ്ട്രോബറി കൊള്ളാല്ല. ഒരു സ്ട്രോബറി താ അമ്മമ്മയ്ക്ക്. നോന്നാ? ആണല്ലേ? നോ പറഞ്ഞല്ല അമ്മമ്മ എടുത്ത്. ഞാൻ വൈകിട്ടുള്ളത് വണ്ടിക്കകത്ത് പോവും. എന്നെ അടിക്കുന്നു ഗായ്സ്, എന്നെ അടിക്കുന്നു. നോ. ആമി സ്ട്രോബറി തരുമോ? ഞാൻ നോക്കേ. അമ്മമ്മ പോവുക. ബാഗിട്, എൻ്റെ ബാഗിട്. ഞാൻ പോട്ടെ, എൻ്റെ ബാഗിട്. ഇനി നിൽക്കത്തില്ല. ബാഗ് എടുത്തോണ്ടോ. ഇപ്പൊ ഒരു ട്രെയിനുണ്ട്. ബാഗ് എടുത്തോണ്ടോ. ബാഗ് എടുക്കാൻ പോയി കേട്ടോ. വിളിച്ച് ചിക്കുമാവിനെ വിളിച്ച്. ഹലോ ഹലോ ഹലോ. അന്നത്തെ കണ്ണാടി പാട്ടുണ്ടോ? എന്ത് ഉണ്ടോ? ഫോണിലുണ്ടോ? ഒന്നിട്ടേ കണ്ണാടി പാട്ട്. നിന്നെ ഞണക്കൊയ് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി. പാട്. ഹലോ വിളി. കല്യാൺ. എന്താ വേണം? കല്യാണിയോ? ഏത് കല്യാണി? കല്യാണി എന്നാണോ പേര്? മോടെ പേരെന്തുവാ? ആമിയാ? മോടെ പേരെന്തുവാ? ആമി. ആമി. ഉമ്പാട്ടി പ്രാർത്ഥിക്ക്. ആമി ഉമ്പാട്ടി തൊഴുതേ. ഉമ്പാട്ടി തൊഴു. ഒന്നുകൂടെ തൊഴു. ഉമ്പാട്ടി തൊഴു. തൊട്ട് തൊഴുന്നാ. കൊള്ളാം. കല്യാണിയാണോ ഇഷ്ടം മോക്ക്? പാവ കല്യാണി ഇഷ്ടമാണോ കല്യാണി പോയി? കല്യാണിയുടെ പാട്ടൊന്ന് പാടേ. നിന്നെ പോയി കണ്ടപ്പോ അയ്യോ ഡാൻസ് കളി. നിന്നെ പോയി കണ്ടപ്പോ കളി. കല്യാണി. ഒരു 2 ഫോണുണ്ടോ? എനിക്ക് വയ്യ, ബിസിയാണ്. ഹലോ കല്യാണി വിളി.
കല്യാണിയെ വിളി. ഹലോ കല്യാണി. ആ ആ ആ ആ കല്യാണി എന്നുള്ള സോങ് വലിയ ഇഷ്ടമാണ്. അത് കാണുന്നതും വലിയ ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ എന്തുകൊണ്ട് കുഴി കണ്ടപ്പോൾ ആ പാട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡാൻസ് കളിക്കുന്ന കണ്ടോ. കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പാട്ടങ്ങ് മാറ്റിയത് കേട്ടോ. ഷോട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് പാട്ടുമായിട്ട് കളിക്കുന്നത് കാണാം കേട്ടോ. ചിക്കുമാവനെ വിളി. ഹലോ മാമ. അവിടെ ഉണ്ടാ? ഉമ്പാട്ടി പ്രാർത്ഥിച്ചിട്ട് വാ. ഉമ്പാട്ടി പ്രാർത്ഥിച്ചിട്ട് വാ. അച്ഛൻ വരും 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 വരും. വാ ഉമ്പാട്ടി പ്രാർത്ഥിക്ക്. ഉമ്പാട്ടി പ്രാർത്ഥിക്ക്. ഇതുകൊണ്ട് ഉമ്പാട്ടി. വിളിക്കുന്നു. ഓടിച്ചെല്ലു ചെല്ലു. ഉമ്പാട്ടി തൊട്ട് ചെയ്തിട്ട് വാ. തൊട്ട് ചെയ്തിട്ട് വാ. ആർക്ക്? ഉമ്പാട്ടിക്കാ? ആ ചെല്ല് ചെല്ല്. ബാനേ കുളിക്കാൻ കയറ്. അതിൽ കയറ് കുളിക്കാം. അമ്മയില്ല, ജോലിക്ക് പോയി. കുറച്ച് കളിയും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടി വലിയ ബാൽക്കണിയിൽ പോയിരുന്ന് മാങ്ങ കഴിക്കുക കേട്ടോ. പഴുത്ത മാങ്ങ. ഇനി അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി താഴെ നടക്കാൻ പോകണം കുഞ്ഞാമിയേയും കൊണ്ട്. പൊക്കോ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. എവിടെ പോവാ? നടക്കാൻ പോന്നേ. ബൈ ബൈ. സീ യു. ഇത്
ഞെക്കിക്കോ അവിടെ, ക്ലോസ് ആവാതെ ഞാൻ നോക്കാം. ബാ ബാ. നമ്മൾ നടക്കുന്നുണ്ടോ കുഞ്ഞാമ്മി? താഴെ നടക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് കയറത്തില്ല ആമി കേട്ടോ. ആമിക്ക് വലിയ പാടാണ് തിരിച്ച് റൂമിലോട്ട് പോവാൻ. വരത്തില്ലെന്ന് പറയുക. കുറച്ച് നേരം കളി നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളി വന്നു കേട്ടോ. ഞങ്ങളുടെ ചെടിയൊക്കെ കാണിച്ചു തരാവേ. ഇനി വീടിനകത്ത് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ആഹാരവും കഴിച്ചിട്ട് കിടക്കും. പ്രാർത്തു അവിടെ അല്ല, തോണ്ടില്ല അവിടെ. അപ്പോൾ കുഞ്ഞാമിയും അമ്മുമ്മയും ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് കാണിച്ചേക്കുന്നത് മൊത്തം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. കണ്ടിട്ട് അമ്മുമ്മയ്ക്കും കുഞ്ഞാമിക്കും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വരാം. അപ്പം എല്ലാവർക്കും ബൈ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. അവിടെയും നിങ്ങൾക്കും മഴയാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റും കൂടെ ചെയ്യണേ.